ഹായ് ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എളുപ്പത്തിലൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാം. ഇതിനായിട്ട് കോളിഫ്ലവർ നന്നായി കഴുകി നുറുക്കിയെടുത്ത് കുറച്ച് ഉപ്പ്, മഞ്ഞൾ ഇവ ചേർത്ത് അടുപ്പത്ത് വെച്ച് ചെറുതാക്കി ചൂടാക്കി അരിപ്പ പാത്രത്തിലൊഴിച്ച് വെള്ളം വാലുമ്പോൾ അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്ന ഉപ്പാട്ടോ, അത് ഉപ്പ് കല്ലാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇറച്ചി മസാല ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയ ഇറച്ചി മസാലപ്പൊടിയാണ്. നമ്മൾ വാങ്ങിക്കുന്ന മസാലകളെല്ലാം കൂടെ ഉണക്കി പൊടിച്ച ഒരു മുട്ട, ഒരു ചെറിയ കോളിഫ്ലവറാണ് കേട്ടോ. ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, സോയാ സോസ്, മൈദപ്പൊടി, ഒരു ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കോൺ പൗഡർ, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിൽ പിടിക്കാനായിട്ട് അരമണിക്കൂർ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇല്ല, സമയമില്ലെങ്കിൽ അപ്പം തന്നെ അതുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, രുചിയുണ്ടാവും. അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. എനിക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല, അത് ആരോഗ്യത്തിന് നല്ലതുമല്ല. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ ചീനച്ചട്ടി കഴുകിയെടുക്കാനോ ആ കുപ്പി കഴുകിയെടുക്കാനോ ഒക്കെ എന്താ പാട്. സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് നമുക്ക് ക്രിസ്പിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുക. അതിനുശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് സവാള വലുതാക്കി അരിഞ്ഞത്, പച്ചമുളക്, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ക്യാപ്സിക്കം കഴിക്കുന്നത് നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ ക്യാബേജും തോരൻ ഉണ്ടാക്കി കഴിക്കണതും നല്ലതാണ്.
പിന്നെ വെളുത്തുള്ളി തൊണ്ടോടുകൂടി ചതച്ചിട്ടത്, ഞാൻ തൊണ്ട് കളയാറില്ല, തൊണ്ടോടുകൂടി ചതച്ചിടാറാണ് പതിവ്. അങ്ങനെ അത് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുത്തതിലേക്ക് ആ കോളിഫ്ലവർ പൊരിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കണം, മധുരം ഇഷ്ടമുള്ളവർക്ക്. പിന്നെ നമ്മളിതിലേക്ക് മുളകൊന്നും ഇടുന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അത്യാവശ്യത്തിന് എരിവിനുള്ള മുളക് നമ്മൾ ഇട്ട് കൊടുത്തോളണം. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് എരിവ് കിട്ടുന്നത് ആ ഒരു പച്ചമുളകിനുള്ളൂ. പിന്നെ അതിലേക്ക് കോൺ പൗഡർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നമുക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്ത് ഇളക്കി മൂടി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക, അടുപ്പത്ത് തന്നെ ഫ്ലെയിം കൊടുത്ത്. എന്നിട്ട് ഈ കറി ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റ്.